പ്രവാസികൾക്കേവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾ പാലിക്കാൻ തക്കവിധത്തിൽ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണെന്നും ആണവ ഭീഷണി ഉയർത്തി ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്താനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും ചെങ്കോട്ടയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം കോടിയുടെ പദ്ധതി ഇന്നു മുതൽ നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ചട്ടോഷയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 46 മരിച്ചവരിൽ 2 സൈനികരും ഉൾപ്പെടുന്നു. 100-ലേറെ പേർക്ക് പരിക്ക്. US വിസ അപേക്ഷകർ ഇനി മുതൽ അവരുടെ പാസ്പോർട്ടുകളും മറ്റ് രേഖകളും US എംബസിയിൽ നിന്നോ കോൺസുലേറ്റുകളിൽ നിന്നോ നേരിട്ട് കൈപ്പറ്റണമെന്ന കർശന നിർദ്ദേശം നൽകി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വെള്ളിയാഴ്ച അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും താനുമായി നടക്കുന്ന നിർണായക ചർച്ച വിജയിക്കാൻ 75% സാധ്യതയുണ്ട് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷയുമായി ഓസ്ട്രേലിയ. അടുത്ത വർഷത്തോടെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 9% വർദ്ധിപ്പിച്ച് 2,95,000 ഉയർത്താൻ ഓസ്ട്രേലിയ തയ്യാറെടുക്കുന്നു. UK-യിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ജനത്തെ ഭീതിയിലാക്കി 2 വ്യത്യസ്ത സംഭവങ്ങളിൽ 2 കൗമാര പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്തു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി പീഡനവീരന്മാരുടെ പേരും വിലാസവും ജനമറിയും. വൈകാരിക വിഷയങ്ങളിൽ അറസ്റ്റിലാവുന്നവരുടെ പൗരത്വവും വംശീയ ബാക്ക്ഗ്രൗണ്ടും വെളിപ്പെടുത്താൻ പോലീസിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി. 2ാം പാദത്തിൽ UK സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതും വേഗത്തിൽ വളർന്നുവെന്ന് ഔദ്യോഗിക കണക്കുകൾ. ബ്രിട്ടനിൽ ചികിത്സ തേടിയെത്തുന്നവർ തൊട്ടതിനും പിടിച്ചതിനും ഇനി നഴ്സുമാരുടെ മെക്കിട്ട് കയറാനോ അവരെ കയ്യേറ്റം ചെയ്ത് മിടുക്കനാകാനോ ശ്രമിക്കേണ്ട. ബ്രിട്ടനിലെ നഴ്സുമാർക്ക് യൂണിഫോമിൽ ക്യാമറ പിടിപ്പിക്കാനുള്ള ട്രയലിന് 2 ആശുപത്രികളിൽ തുടക്കമായി. തൊഴിൽ ശമ്പള കരാറുകൾ പുതുക്കുന്നതിന് വേണ്ടി എയർ കാനഡയിലെ വിമാന ജീവനക്കാർ പ്രഖ്യാപിച്ച സമരം കൂടുതൽ ശക്തമായേക്കും. സമരം പിൻവലിക്കില്ലെന്ന് ജീവനക്കാരുടെ യൂണിയൻ. 500ഓളം വിമാന സർവീസുകൾ വെള്ളിയാഴ്ച വൈകിട്ടോടെ റദ്ദാക്കുമെന്ന് എയർ കാനഡ. ഫൊക്കാനോ ഈ വർഷം ഏർപ്പെടുത്തിയ ഭാരത ശ്രേഷ്ഠ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെ കേരള സഹകരണ തുറമുഖ മന്ത്രി VN വാസവൻ സമ്മാനിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾ പാലിക്കാൻ തക്ക വിധത്തിൽ സ്വയം പര്യാപ്തത നേടിയ രാജ്യമാണെന്നും ആണവ ഭീഷണി ഉയർത്തി ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്താനുള്ള ശ്രമം വിലപ്പോകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം കോടിയുടെ പദ്ധതി ഇന്നു മുതൽ നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. രാജ്യം 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അമേരിക്കയുടെ താരിഫ് യുദ്ധത്തെയും പാകിസ്ഥാൻ നടത്തിയ ആണവ ഭീഷണിയെയും പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പരാമർശം. ഏതു ഭീഷണിയെയും നേരിടാനുള്ള കരുത്ത് ഇന്ത്യ നേടിക്കഴിഞ്ഞു. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ആണവശേഷി 10 ഇരട്ടി വർദ്ധിച്ചു. പാകിസ്ഥാന്റെ ഭീകര ആസ്ഥാനങ്ങൾ തകർന്നു കിടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ രോഷത്തിന്റെ പ്രകടനമായിരുന്നു. സങ്കല്പിക്കാനാവാത്ത കാര്യമാണ് നമ്മുടെ സൈന്യം നിർവഹിച്ചത്. സമയവും സ്ഥലവും അവർ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം കോടിയുടെ പദ്ധതി ഇന്നു മുതൽ നിലവിൽ വരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി 3.5 കോടി യുവജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്ന യുവജനങ്ങൾക്ക് ഒറ്റത്തവണയായി 1,500 രൂപ ലഭിക്കും. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ചഷോട്ടിയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 46 മരിച്ചവരിൽ 2 സൈനികരും ഉൾപ്പെടുന്നു. 100-ലേറെ പേർക്ക് പരിക്കുണ്ട്. ദുരന്ത സ്ഥലത്ത് 250-ലേറെ പേരുണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. മച്ചയിൽ മാതാ ക്ഷേത്രത്തിൽ തീർത്ഥാടകരുടെ യാത്രാ വഴിയാണ് ചഷോട്ടി മേഖല. 200ഓളം പേരെയും കാണാനില്ല. ഇന്നലെ ഉച്ചയോടെയാണ് മേഘവിസ്ഫോടനമുണ്ടായത്. തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. വീടുകളും കെട്ടിടങ്ങളും തകർന്നു. മലവെള്ളം കല്ലും ചെളിയും കുത്തിയൊലിച്ചു വന്നതോടെ പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റവരെ രക്ഷാപ്രവർത്തകർ കിഷ്ത്വാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദുരന്ത സമയത്ത് നിരവധി നാട്ടുകാരും തീർത്ഥാടകരും ഈ സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. ദുരന്തമുണ്ടായതിന് സമീപത്തായി CRPF ക്യാമ്പും ഉണ്ടായിരുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദുരന്ത പ്രതികരണ സേന, കരസേന എന്നിങ്ങനെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഏകദേശം 1 ലക്ഷം വരുന്ന ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജരെ ലക്ഷ്യമിട്ട് വ്യാജ ഭീഷണിയുമായി ഫോൺ കോളുകൾ വർദ്ധിച്ചതായി മുന്നറിയിപ്പ്.
ഇന്ത്യൻ നിയമനിർവഹണ ഏജൻസികളെയോ കോടതികളെയോ മറ്റ് ഔദ്യോഗിക അധികാരികളെയോ പ്രതിനിധീകരിക്കുന്നതായി നടിക്കുന്ന തട്ടിപ്പുകാർ ഇന്ത്യയിലെ നിയമപരമായി അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾ സംബന്ധിച്ച് വ്യാജമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ കോളർമാർ പലപ്പോഴും ഇരകളോട് കാൻബറയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനെ ബന്ധപ്പെടാനോ സന്ദർശിക്കാനോ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ അധികാരികൾ ഒരിക്കലും ഫോണിലൂടെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെടുകയോ പണം കൈമാറാൻ ആവശ്യപ്പെടുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ലെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു. ഈ കോളർമാരുമായി ഇടപഴകരുതെന്നും വ്യക്തിപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കണമെന്നും ഉടനടി ഫോൺ വിളിക്കരുതെന്നും സ്വീകർത്താക്കളോട് അഭ്യർത്ഥിക്കുന്നു. സംശയാസ്പദമായ കോളുകൾ ലഭിക്കുന്ന ഏതൊരാളെയും ഉടൻ തന്നെ ഹൈക്കമ്മീഷനിലോ ബന്ധപ്പെട്ട കോൺസുലേറ്റിലെ ജനറൽ ഓഫ് ഇന്ത്യയിലോ പ്രാദേശിക ഓസ്ട്രേലിയൻ പോലീസിലോ അറിയിക്കാൻ ഹൈക്കമ്മീഷൻ ആവശ്യപ്പെട്ടു. അടുത്ത വർഷത്തോടെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം 9% വർദ്ധിപ്പിച്ച് 2,95,000 ഉയർത്താൻ ഓസ്ട്രേലിയ തയ്യാറെടുക്കുന്നു. രാജ്യം പ്രധാനമായും ഇന്ത്യ അടക്കമുള്ള തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് സർക്കാർ പ്രഖ്യാപിച്ചു. അമേരിക്കൻ വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ നിയന്ത്രണങ്ങൾ കർശനമാകുന്ന സാഹചര്യത്തിലാണ് ഓസ്ട്രേലിയയുടെ ഈ പുതിയ നീക്കം. നിലവിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് വിദ്യാർത്ഥികൾ പ്രധാനമായും ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. എന്നാൽ ചൈനയെ സാമ്പത്തികമായും ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള വിദേശ നയത്തിന്റെ ഭാഗമായി തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ രാജ്യം തന്ത്രപരമായി ശ്രമിക്കുകയാണ്. ഈ നീക്കത്തിൽ ഇന്ത്യക്ക് പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ ഓസ്ട്രേലിയ ഏകദേശം 6 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കർശനമായ കുടിയേറ്റ നയങ്ങളാണ് രാജ്യം പിന്തുടരുന്നത്. പുതിയ നീക്കത്തിലൂടെ 2024 നിശ്ചയിച്ച 2,70,000 എന്ന പരിധി മാറും. 2025 സെപ്റ്റംബർ 1 മുതൽ വാക്കത്തി, വെട്ടുകത്തി, കൊടുവാൾ തുടങ്ങിയ ആയുധങ്ങൾ നിരോധിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരുത്തുമെന്ന് വിക്ടോറിയൻ സർക്കാർ പ്രഖ്യാപിച്ചു. പുതിയ ക്യാബിനറ്റ് ഭേദഗതിയായ ഫയർ ആൻഡ് കൺട്രോൾ ഓഫ് വെപ്പൺസ് അമെൻമെന്റ് ആക്ട് 2024 പ്രകാരം മേൽപ്പറഞ്ഞ ആയുധങ്ങൾ നിരോധനത്തിന്റെ പരിധിയിൽ വരും. സെപ്റ്റംബർ 1 ശേഷം വാക്കത്തി തുടങ്ങിയ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നത്, ഉപയോഗിക്കൽ, വാങ്ങൽ, വിൽപ്പന, കൈമാറ്റം, പൊതുസ്ഥലത്ത് കൊണ്ടുപോകുന്നത് കുറ്റകരമായി കണക്കാക്കും. കാർഷികം, കലാപരമായ ആവശ്യം, ആത്മീയമായ ആവശ്യം തുടങ്ങിയ നിയമപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോലീസ് അനുമതിയോടെ പ്രത്യേക അവകാശമുള്ളവരെ മാത്രം ഒഴിവാക്കും. മറ്റുള്ളവർക്ക് 2 വർഷം വരെ ജയിലും 47,000 ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴയും എന്നതാണ് ശിക്ഷ. ഇനി യൂറോപ്പ് വാർത്തകളിലേക്ക്. കൗമാര ക്രൂരതയിൽ നടുങ്ങി UK അമ്മമാർ ഭീതിയിൽ. UK-യിൽ കഴിഞ്ഞ 2 ദിവസത്തിനിടെ ജനത്തെ ഭീതിയിലാക്കി 2 വ്യത്യസ്ത സംഭവങ്ങളിൽ 2 കൗമാര പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെസ്റ്റ് യോർക്ക്ഷയറിലെ 13 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് ഒരു കൗമാരക്കാരനെ അറസ്റ്റ് ചെയ്തതായി വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് പറഞ്ഞു. ഹഡേഴ്സ്ഫീൽഡിൽ നിന്നുമുള്ള 16 വയസ്സുള്ള ആൺകുട്ടിയെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും തെളിവുകൾ നശിപ്പിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണമടഞ്ഞ 13-കാരി എങ്ങനെ മരിച്ചു എന്നത് പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്താനാകാത്തത് പോലീസ് അധികൃതരെ കുഴക്കുകയാണ്. കിർക്ക്സ്ലീസ് ജില്ലയിലെ മറ്റൊരു സംഭവത്തിൽ നിന്നും 16 വയസ്സുള്ള പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ബലാത്സംഗ കുറ്റകൃത്യത്തിൽ സംശയിക്കുന്നയാളെ അറസ്റ്റ് ചെയ്തതായി സേന വ്യാഴാഴ്ച പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി ഹഡേഴ്സ്ഫീൽഡിലെ ഷീബ്രിഡ്ജ് റോഡിലുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇര ആശുപത്രിയിൽ മരിച്ചതായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവളുടെ മരണം വിശദീകരിക്കാനാവാത്തതായി കണക്കാക്കുന്നതായും വെസ്റ്റ് യോർക്ക്ഷയർ പോലീസ് പറഞ്ഞു. അവൾ എങ്ങനെ മരിച്ചു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ല. അന്വേഷണങ്ങൾ സങ്കീർണമാണ്. പെൺകുട്ടിയുടെ മരണത്തിന്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണെന്നും DCI സ്റ്റേറ്റ്സ് ആക്സൺ പറഞ്ഞു. ഇനി പീഡന വീരന്മാരുടെ പേരും വിലാസവും ജനമറിയും. വൈകാരിക വിഷയങ്ങളിൽ അറസ്റ്റിലാകുന്നവരുടെ പൗരത്വവും വംശീയ ബാക്ക്ഗ്രൗണ്ടും വെളിപ്പെടുത്താൻ പോലീസിന് ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി. വാർവിക്ക്ഷയറിലെ 12 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അഫ്ഗാൻ അഭയാർത്ഥികളാണെന്നും കുറ്റക്കാരായ 2 പുരുഷന്മാരുടെ വിവരങ്ങൾ അധികൃതർ മറച്ചുവെച്ചതായും ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. നാഷണൽ പോലീസ് ചീഫ് കൗൺസിലിന്റെ ഇടക്കാല മാർഗനിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ആഭ്യന്തര സെക്രട്ടറി എവെറ്റ് കൂപ്പർ ഈ മാർഗനിർദ്ദേശത്തെ തുടർന്ന് ഒരു മുന്നോട്ടുള്ള ചുവടുവെപ്പായി സ്വാഗതം ചെയ്തു. സർക്കാരും പൊതുജനങ്ങളും കൂടുതൽ സുതാര്യത ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരും. ഏതെങ്കിലും വിവരങ്ങൾ പുറത്തുവിടുന്നത് ന്യായമായ വിചാരണയെ പ്രതികൂലമായി ബാധിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്രിമിനൽ വിചാരണകളെ ബാധിക്കാതെ സംശയിക്കപ്പെടുന്നവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എങ്ങനെ പുറത്തുവിടാമെന്ന് പരിശോധിക്കാൻ സർക്കാർ നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. മലയാളി മാതാവിന് ഫ്ലോറിസ് ചുഴലിക്കാറ്റിൽപ്പെട്ട് ദാരുണ അന്ത്യം. മാഞ്ചസ്റ്ററിലെ വിഗണിൽ മകളെയും കുടുംബത്തെയും സന്ദർശിക്കാനെത്തിയ 71 വയസ്സുള്ള അമ്മയ്ക്ക് ഫ്ലോറിസ് ചുഴലിക്കാറ്റിൽപ്പെട്ട് ദാരുണ അന്ത്യം.
കുടുംബത്തിനൊപ്പം സ്കോട്ട്ലൻഡിലെ എഡിൻബറോ സന്ദർശിക്കുവാനെത്തിയ പത്തനംതിട്ട മല്ലപ്പള്ളി ചെങ്ങന്നൂർ സ്വദേശി ശോശാമ എബ്രഹാമാണ് മരിച്ചത്. മാഞ്ചസ്റ്ററിൽ നഴ്സായ മകൾ ലിജോ റോയിയെ സന്ദർശിക്കാൻ ഭർത്താവ് VA എബ്രഹാമിനൊപ്പം എത്തിയതായിരുന്നു ശോശാമ. എഡിൻബറോയിലെത്തി കാറിൽ നിന്നും ഇറങ്ങി ജാക്കറ്റ് ധരിക്കുന്നതിനിടെ ഫ്ലോറിസ് ചുഴലിക്കാറ്റിൽപ്പെട്ട് വീശി വീഴുകയായിരുന്നു. എഡിൻബറോയിലെത്തി കാറ്റിൽ നിന്നിറങ്ങിയ ജാക്കറ്റ് ധരിക്കുന്നതിനിടെ ഫ്ലോറിസ് ചുഴലിക്കാറ്റ് വീശുകയായിരുന്നു. ഇത്തോട്ട്ഫെഡ് കാറ്റിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ശോശാമ പിന്നോട്ട് മറിഞ്ഞ് വീഴുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ എഡിൻബറോ റോയിലെ ഇൻഫർമറി ഹോസ്പിറ്റലിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 3 വർഷം മുമ്പുള്ള പെൺകുട്ടിയുടെ മരണം നിയമവിരുദ്ധമായ കൊല്ലപ്പെടൽ. മെയ്ഡൻ ഹെഡിന് സമീപമുള്ള ഹണ്ടർകോംബ് ആശുപത്രിയിലെ സൈക്യാട്രിക് യൂണിറ്റിൽ 3 വർഷം മുമ്പ് 14 വയസ്സുള്ള റൂത്ത് സിമാൻകീവ് വച്ചിരുന്ന പെൺകുട്ടിയുടെ മരണം നിയമവിരുദ്ധമായ കൊല്ലപ്പെടലാണ് എന്ന് ഇൻക്വസ്റ്റ് ജൂറി നിഗമനം പുറത്തുവന്നു. സുരക്ഷിതമായ സൈക്യാട്രിക് യൂണിറ്റിൽ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന്റെ ചുമതലയുള്ള ഒരു ഏജൻസി സപ്പോർട്ട് വർക്ക് നിരീക്ഷണത്തിൽ സൂക്ഷിക്കാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടി നിയമവിരുദ്ധമായി കൊല്ലപ്പെടുകയായിരുന്നു. ആത്മഹത്യാ സാധ്യതയുള്ളതിനാൽ നിരന്തരമായ നിരീക്ഷണം ആവശ്യമാണെന്ന് നിർദ്ദേശം നൽകിയിട്ടും സങ്കീർണമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജീവനക്കാരി റൂത്ത് സിമാൻകീവിനെ തനിച്ചാക്കിയതായും ജൂറി കണ്ടെത്തി. 2022 ഫെബ്രുവരി 12 സ്വകാര്യമായി നടത്തുന്ന ഹണ്ടർകോംബ് ആശുപത്രിയെ റൂത്ത് സ്വയം പരിക്കേൽപ്പിക്കുകയും 2 ദിവസത്തിന് ശേഷം മരണമടയുകയും ചെയ്തു. മൈ ഡിയർ കൃഷ്ണൻ ഇന്ന് ഇന്ത്യൻ YMC ജൂബിലി ഹാളിൽ. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലണ്ടനിൽ നിന്നും ഇന്ത്യയ്ക്കു വേണ്ടി പോരാടിയ VK കൃഷ്ണമേനോനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഫിലിം മൈ ഡിയർ കൃഷ്ണൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് 40 ഫിസ്ട്രോയൽ സ്ക്വയറിലുള്ള ഇന്ത്യൻ YMC ജൂബിലി ഹാളിൽ പ്രദർശിപ്പിക്കും. സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവായ R. ശരത് സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഡോക്യുമെന്ററി ഉടൻ ലണ്ടനിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഫ്രീഡം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന്റെ പ്രാരംഭമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. VK കൃഷ്ണമേനോനും ജവഹർലാൽ നെഹ്റുവും തമ്മിലുണ്ടായിരുന്ന മഹത്തായ സുഹൃത്ബന്ധത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് 30 മിനിറ്റ് നീളുന്ന ഡോക്യുമെന്ററി. UK സമ്പദ് വ്യവസ്ഥ കുതിപ്പിലേക്ക്. നികുതി വർധനവിന്റെയും ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധത്തിന്റെയും സമ്മർദ്ദം മൂലം വർഷാരംഭത്തിലെ ശക്തമായ മാന്ദ്യമുണ്ടായിരുന്നിട്ടും 2ാം പാദത്തിൽ UK സമ്പദ് വ്യവസ്ഥ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വളരുന്നു എന്ന് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂൺ അവസാനം വരെയുള്ള 3 മാസങ്ങളിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ച 0.3% കുറഞ്ഞതായും ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ കാണിക്കുന്നു. ആദ്യ പാദത്തിലെ 0.7% നിരക്കിൽ നിന്നും ഇത് കുറഞ്ഞു. സിറ്റി സാമ്പത്തിക വിദഗ്ധരും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും നടത്തിയ 0.1% മാന്ദ്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇത് മറികടന്നു. ഇത് ചാൻസലർ റേച്ചൽ റീവ്സ് അവതരിപ്പിക്കാനിരിക്കുന്ന അവരുടെ ശരത്കാല ബഡ്ജറ്റിന് കനത്ത വെല്ലുവിളിയായിരിക്കും. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കാനുമുള്ള ഓപ്ഷനുകൾ റേച്ചൽ റീവ്സ് പരിഗണിക്കുന്നുണ്ട്. നിങ്ങൾ ആശുപത്രിയിലാണെങ്കിലും ക്യാമറ വലയത്തിലാണ്, സൂക്ഷിക്കുക. ബ്രിട്ടനിൽ ചികിത്സ തേടിയെത്തുന്നവർ തൊട്ടതിനും പിടിച്ചതിനും ഇനി നഴ്സുമാരുടെ മെക്കിട്ട് കയറാനോ അവരെ കയ്യേറ്റം ചെയ്ത് മിടുക്കനാകാനോ ശ്രമിക്കേണ്ട. പണി കടുത്തു തന്നെ കിട്ടും. ബ്രിട്ടനിലെ നഴ്സുമാർക്ക് യൂണിഫോമിൽ ക്യാമറ പിടിപ്പിക്കാനുള്ള ട്രയൽ 2 ആശുപത്രികൾക്ക് തുടക്കമായി. ഹേസ്റ്റിംഗ്സിലെ കോൺസ്റ്റൺ ആശുപത്രിയിലും ഈസ്റ്റ് ബോൺ ഡിസ്ട്രിക്റ്റിലെ ജനറൽ ആശുപത്രിയിലും അത്യാഹിത വിഭാഗങ്ങളിലെ ചില ജീവനക്കാർ 12 ആഴ്ചത്തേക്ക് ഈ ഉപകരണങ്ങൾ ധരിക്കുമെന്നും ഈസ്റ്റ് സക്സസ് ഹെൽത്ത് കെയർ NHS ട്രസ്റ്റ് വ്യക്തമാക്കി. ജീവനക്കാരോടുള്ള മോശമായ പെരുമാറ്റം നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. മോശം പെരുമാറ്റമോ ഭീഷണിയോ നേരിടുകയോ ചെയ്യുമ്പോൾ മാത്രമേ ജീവനക്കാർ അവ സജീവമാക്കൂ. തങ്ങൾ ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് നഴ്സുമാർ രോഗികളെയും ബൈസ്റ്റാൻഡറെയും വ്യക്തികളെയും അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. NHS ജീവനക്കാർക്കെതിരായി വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ കുറയ്ക്കുവാനും അവരെ പിന്തിരിപ്പിക്കുവാനും ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ സംവിധാനത്തിന് ക്യാമറകൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈസ്റ്റ് സക്സസ് ഹെൽത്ത് കെയർ NHS ട്രസ്റ്റിന്റെ വക്താവ് ചൂണ്ടിക്കാട്ടി. എക്സസിലെ M25 മോട്ടോർവേയുടെ ഒരു ഭാഗം അടച്ചിട്ടു. കാർ ടയറുകൾ നിറച്ച ട്രക്ക് തീപിടിച്ചതിനെ തുടർന്ന് ഡാർഫോർഡ് ക്രോസിംഗ് സമീപമുള്ള എക്സസിലെ M25 മോട്ടോർവേയുടെ ഒരു ഭാഗം അടച്ചിട്ടു. കെന്റിനെയും എക്സസിനെയും ബന്ധിപ്പിക്കുന്ന തേംസ് ക്രോസിംഗ് സമീപം റോംഫോർഡിലേക്കുള്ള ജംഗ്ഷൻ 29-നും ക്രോസിംഗിനായി ജംഗ്ഷൻ 30-നും ഇടയിലുള്ള റോഡിന്റെ ഒരു ഭാഗവും അടച്ചിടാൻ നിർബന്ധിതരായതായി നാഷണൽ ഹൈവേ അറിയിച്ചു. M25ന്റെ കേജ് വേ വീണ്ടും തുറന്നിട്ടുണ്ടെന്നും എക്സസ് പോലീസ് സ്ഥിരീകരിച്ചു. റോഡിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുവരെ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും റോഡ് അടച്ചിടണമെന്നാണ് സൂചന. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എക്സസ് കൗണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ അഗ്നിശമന സേനാ അംഗങ്ങൾ തീ അണയ്ക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് കുടുങ്ങിയ വാഹനങ്ങൾക്ക് മാറാൻ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് പിന്തുണയുമായി ഐറിഷ് പ്രസിഡന്റ്. അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിന് നേരെ സമീപ ആഴ്ചകളിൽ നടന്ന ആക്രമണങ്ങളെ ഐറിഷ് പ്രസിഡന്റ് മൈക്കൽ D. ഹിഗിൻസൺ അപലപിച്ചു.
ആക്രമണങ്ങൾ നമ്മൾ വിലമതിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും ഹെഗിസൺ പറഞ്ഞു. സുരക്ഷാ ആശങ്കകൾ കാരണം ഞായറാഴ്ച ഡബ്ലിനിലെ ഫാം ഹില്ലിൽ നടക്കാനിരുന്ന ഇന്ത്യൻ ദിനാഘോഷം മാറ്റിവെക്കുന്നത് അയർലൻഡ് ഇന്ത്യ കൗൺസിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയർലൻഡിലെ ഏതൊരു വ്യക്തിയെയും, പ്രത്യേകിച്ച് ഏതൊരു ചെറുപ്പക്കാരനെയും അത്തരം പെരുമാറ്റത്തിലേക്ക് നയിക്കുന്നത് അപലപിക്കേണ്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രവൃത്തികൾ നമ്മളെ എല്ലാം ചെറുതാക്കുകയും ഇന്ത്യയിലെ ജനങ്ങൾ ഈ രാജ്യത്തിന്റെ ജീവിതത്തിന് നൽകിയ അളക്കാനാവാത്ത നേട്ടങ്ങളെ മറയ്ക്കുകയും ചെയ്യുന്നു എന്നും അയർലൻഡ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. രാജ്യത്തിന് അവർ നൽകിയ വലിയ സംഭാവനകൾക്ക് ഇന്ത്യൻ സമൂഹത്തോട് ആഴത്തിലുള്ള നന്ദി ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തിപരമായ സുരക്ഷയ്ക്കായി ന്യായമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും വിജനമായ പ്രദേശങ്ങൾ ഒഴിവാക്കുവാനും കഴിഞ്ഞയാഴ്ച ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി അയർലൻഡിലെ പൗരന്മാരോട് നിർദ്ദേശിച്ചിരുന്നു. അയർക്കുന്നം മറ്റങ്കര സംഗമത്തിന്റെ പുതിയ സാരഥികളെ തിരഞ്ഞെടുത്തു. കോട്ടയം ജില്ലയിലെ അയർക്കുന്നം മറ്റങ്കര പ്രദേശങ്ങളിൽ നിന്നും യുകെയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയായ അയർക്കുന്നം മറ്റങ്കര സംഗമത്തിന്റെ പുതിയ സാരഥികളെ തിരഞ്ഞെടുത്തു. പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംഗമത്തെ അടുത്ത 2 വർഷത്തേക്ക് നയിക്കുവാനുള്ള 13 അംഗ കമ്മിറ്റിയെയാണ് ബെർമിംഗ്ഹാമിൽ നടന്ന 8ാമത് സംഗമത്തിൽ വെച്ച് ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തത്. 2017 നടന്ന ആദ്യ സംഗമത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന CA ജോസഫ് പ്രസിഡന്റ്, ബെൻസിലാൽ ചെറിയാൻ സെക്രട്ടറി, തോമസ് ഫിലിപ്പ് ട്രഷറർ, ചിത്ര എബ്രഹാം വൈസ് പ്രസിഡന്റ്, ജിഷ ജിബിൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ജോമോൻ വള്ളൂർ, ബിജു പാലക്കുളത്തിൽ, ജോഷി കണിച്ചിറയിൽ, ഫെലിക്സ് ജോൺ, ഷിനോയ് തോമസ്, ജോജി ജോസ് എന്നിവരെയും പ്രോഗ്രാം കോർഡിനേറ്ററായി റാണി ജോസഫ്, ടെൽസ് മോൺ തടത്തിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. മുൻ പ്രസിഡന്റ് മേഴ്സി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത്. ഇനി USA കാനഡ വാർത്തകളിലേക്ക്. US വിസ അപേക്ഷകർ അവരുടെ പാസ്പോർട്ടുകളും മറ്റു രേഖകളും നേരിട്ട് കൈപ്പറ്റണമെന്ന് US വിസ അപേക്ഷകർ ഇനി മുതൽ അവരുടെ പാസ്പോർട്ടുകളും മറ്റു രേഖകളും US എംബസിയിൽ നിന്നോ കോൺസുലേറ്റുകളിൽ നിന്നോ നേരിട്ട് കൈപ്പറ്റണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കർശന നിർദ്ദേശം നൽകി. മുമ്പ് അപേക്ഷകർക്ക് വേണ്ടി പ്രതിനിധികൾക്ക് പാസ്പോർട്ടുകളും രേഖകളും കൈപ്പറ്റാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇനി അത് സാധിക്കില്ല. രേഖകൾ കൈകാര്യം ചെയ്യുന്നതിലെ സുരക്ഷയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിലെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇന്ത്യയിലെ US എംബസിയിലെ സേവനങ്ങൾക്ക് അപേക്ഷിക്കുന്ന പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാവോ നേരിട്ട് ഹാജരാകണം. ഇരു മാതാപിതാക്കളും ഒപ്പിട്ട ഒറിജിനൽ കൺസെന്റ് ലെറ്റർ ഇവർ ഹാജരാക്കണം. സമ്മതപത്രത്തിന്റെ സ്കാൻ ചെയ്തതോ ഇമെയിൽ വഴിയുള്ള പകർപ്പുകൾ ഇനി സ്വീകരിക്കുന്നതല്ല. രക്ഷിതാക്കളുടെ സമ്മതം കർശനമായി ഉറപ്പുവരുത്തുന്നതിനാണ് ഈ മാറ്റം. അപേക്ഷകർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ 1200 രൂപ ഫീസ് നൽകി അവരുടെ പാസ്പോർട്ടുകൾ വീട്ടിലോ ഓഫീസിലോ എത്തിക്കുന്നതിനുള്ള സൗകര്യം തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിസ അപ്പോയിന്റ്മെന്റ് സർവീസ് പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യ-US വാണിജ്യ ബന്ധം നിലച്ചിട്ടില്ല. ഇന്ത്യ അമേരിക്കയുമായി വാണിജ്യ ബന്ധം പൂർണ്ണമായും തുടരുമെന്നും വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്തേവാൾ. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഒന്നിലധികം മാർഗങ്ങളിലൂടെ പുരോഗമിക്കുകയാണ്. വ്യാപാര ചർച്ചകൾ ഇന്ത്യ-USുമായുള്ള ബന്ധം തുടരും. ഇരു രാജ്യങ്ങളും പരസ്പരം പ്രയോജനകരമായ ഒരു കരാറിനായി പ്രവർത്തിക്കുന്നു. മന്ത്രിമാർ, നയതന്ത്രജ്ഞർ, വ്യവസായ പങ്കാളികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സുനിൽ ബർത്തേവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ഓഗസ്റ്റ് 25-ന് അടുത്ത ഘട്ട ചർച്ചകൾക്കായി ഒരു US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തും. വരാനിരിക്കുന്ന ചർച്ചകളുടെ സ്ഥിതി അടുക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകുമെന്നും വാണിജ്യ സെക്രട്ടറി പറഞ്ഞു. USുമായുള്ള ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ഒപ്പിടുന്നതിനുള്ള സമയപരിധി നിലവിലുണ്ടെന്ന് ബർത്തേവാൾ കൂട്ടിച്ചേർത്തു. അലാസ്ക ഉച്ചകോടി. വെള്ളിയാഴ്ച അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും താനുമായി നടക്കുന്ന നിർണായകമായ കൂടിക്കാഴ്ച വിജയിക്കാൻ 75% സാധ്യതയുണ്ട് എന്ന് സാമ്പത്തിക ഉപരോധ ഭീഷണി പുടിനെ യുദ്ധം അവസാനിപ്പിക്കാൻ കൂടുതൽ സന്നദ്ധനാക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. ഉക്രൈനിലെ യുദ്ധത്തിൽ ഒരു കരാറിലെത്താൻ വ്ളാഡിമിർ പുടിൻ തയ്യാറാകുമെന്നാണ് വിശ്വാസമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചർച്ചയുടെ ആദ്യത്തെ 3-4 മിനിറ്റ് കൊണ്ടറിയാം ചർച്ച വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. തൊഴിൽ ശമ്പള കരാറുകൾ പുതുക്കുന്നതിനു വേണ്ടി എയർ കാനഡയിലെ വിമാന ജീവനക്കാർ പ്രഖ്യാപിച്ച സമരം കൂടുതൽ ശക്തമായേക്കും. സമരം പിൻവലിക്കില്ലെന്ന് ശക്തമായ നിലപാടിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ് ജീവനക്കാരുടെ യൂണിയൻ. പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ 500ഓളം വിമാന സർവീസുകൾ വെള്ളിയാഴ്ച വൈകിട്ടോടെ റദ്ദാക്കുമെന്നും എയർ കാനഡ അറിയിച്ചു. സമരം അവസാനിപ്പിക്കുന്നതിന് ഫെഡറൽ സർക്കാരും വിമാന ജീവനക്കാരുടെ സംഘടനകളും തമ്മിൽ വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ചർച്ചകളിൽ മികച്ച ശമ്പളം വാഗ്ദാനം ചെയ്തതായി എയർ കാനഡ അവകാശപ്പെടുന്നുണ്ടെങ്കിലും വാഗ്ദാനങ്ങൾ തൃപ്തികരമല്ല എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്. വെള്ളിയാഴ്ച ചർച്ച പരാജയപ്പെട്ടാൽ പണിമുടക്കാനാണ് സംഘടനകളുടെ തീരുമാനം. കാനഡ പോസ്റ്റും സമരരംഗത്തേക്ക്.
സമവായ ചർച്ചകൾ നീളുന്നതോടെ പണിമുടക്കിലേക്ക് പോകാനാണ് പോസ്റ്റൽ സംഘടനകളുടെ തീരുമാനം. കാനഡ പോസ്റ്റ് ക്രൗൺ കോർപ്പറേഷനുമായി വെള്ളിയാഴ്ച ആരംഭിക്കാനിരുന്ന ചർച്ച ഫെഡറൽ മധ്യസ്ഥരുടെ അഭാവം മൂലം മാറ്റിവെച്ചതായി കനേഡിയൻ യൂണിയൻ ഓഫ് പോസ്റ്റൽ വർക്കേഴ്സ് അറിയിച്ചു. നിലവിൽ ഫെഡറൽ മധ്യസ്ഥർ എയർ കാനഡയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് കാനഡ പോസ്റ്റ് ജീവനക്കാരുമായുള്ള ചർച്ച മാറ്റിവെച്ചതെന്നും ഏകദേശം 55,000 തപാൽ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന CUPW പ്രസിഡന്റ് ജാൻ സിംപ്സൺ പറഞ്ഞു. യൂണിയൻ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ക്രൗൺ കോർപ്പറേഷനുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. 4 വർഷത്തിനുള്ളിൽ ഏകദേശം 13% വേതന വർധനവും പാർട്ട് ടൈം തൊഴിലാളികളെ കരാറിൽ ചേർക്കുന്നതിനുള്ള പുനഃസംഘടനയും ഉണ്ടാകുമായിരുന്നുവെന്നും കാനഡ പോസ്റ്റിന്റെ ഏറ്റവും പുതിയ ഓഫർ തപാൽ ജീവനക്കാർ അംഗീകരിക്കാതിരുന്നതിന് ശേഷം ഇതാദ്യമായാണ് ഇരുപക്ഷവും ഔദ്യോഗികമായി ചർച്ചയ്ക്ക് സന്നദ്ധരായത്. കിഴക്കൻ കാനഡയിൽ വരൾച്ച പ്രതിസന്ധി. വേനൽക്കാലത്തെ വരണ്ട കാലാവസ്ഥയിൽ കിഴക്കൻ കാനഡയിൽ വരൾച്ച രൂക്ഷമായി. വേനൽക്കാലം ആരംഭിച്ചതോടെ പതിവിലും ഗണ്യമായി കുറഞ്ഞ മഴയാണ് ലഭിക്കുന്നത്. ടൊറന്റോ, ഹാലിഫാക്സ്, സെന്റ് ജോൺസ് എന്നിവ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ജൂൺ 1 മുതൽ സാധാരണ മഴയുടെ 50% അതിൽ കുറവോ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പല പ്രദേശങ്ങളിലും ഈ മാസം ആവശ്യത്തിനുള്ള മഴ ലഭിച്ചിട്ടില്ല. വരണ്ട കാലാവസ്ഥ കൃഷിനാശത്തെയും കാട്ടുതീ സാധ്യതയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു. നോവ സ്കോഷ്യ ജലസംഭരണികളിൽ വെള്ളം കുറയുന്നതിനാൽ സ്വമേധയാ ജലസംഭരണത്തിന് ഹാലിഫാക്സ് വാട്ടർ നിവാസികളോട് അഭ്യർത്ഥിച്ചു. വരണ്ട കാലാവസ്ഥ ദീർഘകാലത്തേക്കായതിനാൽ വരും ദിവസങ്ങളിൽ ജലവിതരണം വഷളാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി യൂട്ടിലിറ്റി പറഞ്ഞു. ജൂൺ അവസാനത്തോടെ രാജ്യത്തിന്റെ 62% പ്രദേശങ്ങളിലും അസാധാരണമായ വരണ്ട അവസ്ഥ മുതൽ അതിതീവ്ര വരൾച്ച വരെയുള്ള അവസ്ഥകൾ അനുഭവപ്പെട്ടതായും ഇത് കാനഡയുടെ കാർഷിക ഭൂമിയുടെ 66%ത്തെയും ബാധിച്ചതായും എൻവയോൺമെന്റ് കാനഡയുടെ ജൂണിലെ വരൾച്ച റിപ്പോർട്ട് കാണിക്കുന്നു. ലോറൻസ് ബിഷ്നോയിയുടെ സംഘത്തിനെതിരെ ഫെഡറൽ കൺസർവേറ്റീവ് പാർട്ടിയും. ഇന്ത്യ ആസ്ഥാനമായുള്ള ലോറൻസ് ബിഷ്നോയി സംഘത്തെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ചേർക്കണമെന്ന ആവശ്യത്തിൽ പങ്കുചേർന്ന് ഫെഡറൽ കൺസർവേറ്റീവ് പാർട്ടിയും രംഗത്ത്. ബ്രിട്ടീഷ് കൊളംബിയ, ആൽബർട്ട, ഒന്റാറിയോ എന്നിവിടങ്ങളിൽ ദക്ഷിണ ഇന്ത്യൻ സമൂഹത്തിന് ഭീഷണിയായിരിക്കുന്ന അക്രമങ്ങൾ വർദ്ധിച്ചതിന് പിന്നിൽ ഈ സംഘമെന്നാണ് സംശയിക്കുന്നത്. BCCയിലെ സറയിലെ ബോളിവുഡ് താരം കപിൽ ശർമ്മയുടെ കഫയിൽ അടുത്തിടെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ കെട്ടിടങ്ങൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്വം സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ഏറ്റെടുത്തിരുന്നു. കാനഡയിലെ ദക്ഷിണേന്ത്യൻ സമൂഹത്തിൽ അവർ അടിച്ചേൽപ്പിക്കുന്ന ഭീകരത കണക്കിലെടുക്കുമ്പോൾ അവർ ഒരു തീവ്രവാദ സംഘടനയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഫൊക്കാന ഭാരത ശ്രേഷ്ഠ പുരസ്കാരം അടൂർ ഏറ്റുവാങ്ങി. ഫൊക്കാന ഈ വർഷം ഏർപ്പെടുത്തിയ ഭാരത ശ്രേഷ്ഠ പുരസ്കാരം വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് കേരള സഹകരണ തുറമുഖ മന്ത്രി VN വാസവൻ സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയും സമ്മാനിച്ചു. ഫൊക്കാനയുടെ ത്രിദിന കേരള കൺവെൻഷൻ ലോക പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകത്തെ ഗോകുലം ഗ്രാൻഡ് 5 സ്റ്റാർ റിസോർട്ടിൽ സമാപിച്ചു. ഫൊക്കാനയുടെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ച അടൂർ ഗോപാലകൃഷ്ണൻ ഫൊക്കാനയുടെ സ്പെഷ്യൽ അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പറഞ്ഞു. ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം സ്വദേശിയും അമേരിക്കൻ പൗരനുമായ ജോസഫ് ചാണ്ടി മാനേജിംഗ് ട്രസ്റ്റിയായ ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയത്തുള്ള CMS കോളേജിൽ വെച്ച് വിവിധ ധനസഹായ പദ്ധതികളും സ്കോളർഷിപ്പുകളും ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്തെ CMS കോളേജ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഭവന പുനരുദ്ധാരണ പദ്ധതി മുഖ്യാതിഥി ഡോക്ടർ മറിയം ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി പഞ്ചായത്തിലെ 10 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതി വഴി 1.5 ലക്ഷം രൂപയാണ് ട്രസ്റ്റ് നൽകിയത്. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ഭവന നിർമ്മാണ പദ്ധതി അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി ഉദ്ഘാടനം ചെയ്തു. ഈ പദ്ധതിക്ക് വേണ്ടി ട്രസ്റ്റ് 3 ലക്ഷം രൂപ ധനസഹായം നൽകി. കോട്ടയം CMS കോളേജിലെയും പുതുപ്പള്ളി VJOM സ്കൂളിലെയും 10 വീതം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളുടെ ഉദ്ഘാടനം കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു സൂസൻ ജോർജ്, കോട്ടയം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ B ഗോപകുമാർ, കോട്ടയം മുനിസിപ്പാലിറ്റി കൗൺസിൽ സാബു മാത്യു, ട്രസ്റ്റി അഖിലേന്ത്യാ കോർഡിനേറ്ററായ കേണൽ ഡോക്ടർ കാവുംബായി ജനാർദ്ദനൻ എന്നിവരും പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ ട്രസ്റ്റിനു വേണ്ടി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഗോപി കൃഷ്ണന് മദർ തെരേസ ജീവകാരുണ്യ സേവാ പുരസ്കാരം നൽകി. രക്തദാനം ചെയ്തു കേരള സമാജം ന്യൂജേഴ്സി. കേരള സമാജം ഓഫ് ന്യൂജേഴ്സിയും വൈറ്റ് ലാൻഡ് ഗ്രൂപ്പും സംയുക്തമായി ബെർഗൻഫീൽഡിൽ രക്തദാനം സംഘടിപ്പിച്ചു. 28 പേർ പങ്കെടുത്ത രക്തദാന പരിപാടിക്ക് കേരള സമാജം ഓഫ് ന്യൂജേഴ്സി ഭാരവാഹികളായ ടോമി തോമസ്, സെബാസ്റ്റ്യൻ ചെറുമടത്തിൽ, ബോബി തോമസ്, ബിനു ജോസഫ് പുളിക്കൽ, സിറിയ കുര്യൻ എന്നിവർ നേതൃത്വം കൊടുത്തു.